നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. ഒടുവില് എല്ലാരെ കണ്ണീർ കയത്തിലേക്ക് തള്ളിയിട്ട് ദീപ ഈ ലോകത്തോട് തന്നെ വിട പറയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ എന്തേലും സംഭവിച്ചാൽ കിരണിന് സഹിക്കാൻ പറ്റുമോ? ഇത്രയും കാലം അമ്മയെന്ന് പറഞ്ഞ് കൂട്ടിപ്പിടിച്ച് കൊണ്ടുനടന്നാണ് ഒരു ദുഷ്ടം കാരണം, ഗംഗാപ്രസാദിന്റെ ക്രൂരത കാരണം അങ്ങനെയൊക്കെ സംഭവിച്ച സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അപ്പൊ അങ്ങനെ ഗംഗാപ്രസാദിന്റെ ഒടുവിൽ പിടികൂടുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടു ദീപ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തിക്കും ലക്ഷ്മിക്കും ഭയങ്കര വിഷമായിരുന്നു. തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ദീപ ഈ ത്യാഗം ഏറ്റെടുത്തെന്നൊരു ചിന്ത ലക്ഷ്മിയുടെ മനസ്സിൽ വരുന്നുണ്ട്. ലക്ഷ്മി വല്ലാത്തൊരവസ്ഥയിരിക്കുമ്പോൾ കാർത്തിക ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, വേണ്ടിയിരുന്നില്ലമ്മേ, ഈ കല്യാണം പോലും വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നേ. എന്തിനായിരുന്നു പാവം ഇപ്പൊ പാവം ദീപാമ്മ ഈ അവസ്ഥയിലെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നില്ലേ? എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ മതിയായിരുന്നു. ലക്ഷ്മി പറഞ്ഞ ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്ത മോളെ. ജീവിതത്തിലേക്ക് മടങ്ങി വരുമായിരിക്കുമല്ലേ? മടങ്ങി വരും അമ്മ, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. അങ്ങനെ അവര് ദീപയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ പോയി മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയും ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നൊരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും കിരൺ വിളിച്ചിട്ട് പറഞ്ഞ് ക്രിട്ടിക്കലാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. അപ്പോഴേക്കും കാദംബി എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നു. കല്യാണിന്റെ വീട്ടിലേക്ക് വരുവാണ്. നല്ല ക്രിട്ടിക്കലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാദംബരിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. തനിക്കാണെങ്കിൽ അമ്മയൊന്നും കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. കല്ലുമോനൊക്കെ ഉണ്ട്. അപ്പൊ കല്ലുമോനെ നോക്കണമല്ലോ. അപ്പൊ ആരില്ലല്ലോ. അപ്പൊ കല്ലുമോനെ നോക്കാനായിട്ട് കാദംബരിയായിരുന്നു. അപ്പോഴേക്കും കാർത്തികയും ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് പ്രകാശനും കല്യാണിയും ദീപയെ കാണാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ദീപ ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിച്ച്. അപ്പൊ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴേ കാണുന്ന മാറ്റം അതൊരു മാറ്റമായിട്ട് കണക്കാക്കരുത്. എപ്പോഴേത് നിമിഷം വേളോ എന്ത് സംഭവിക്കാം. കരൾ മുറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്റേണൽ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് ഒന്നും പറയാറായിട്ടില്ല. സർജറി ഒന്നും സക്സസ് ആയെന്ന് പറയാനും പറ്റില്ല. പ്രകാശനോട് കല്യാണോടും ദീപ പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷമായി. എന്താണെങ്കിലും ഞാൻ ഇനി മരിച്ചു പോയാലും മോൾക്ക് അച്ഛനുണ്ടല്ലോ. എനിക്ക് കിരൺ മോനെ ഒന്ന് കാണണമെന്ന് പറയണം. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞ് കിരണേട്ടൻ പുറത്തുണ്ട്. പക്ഷെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കിരണിനെയും കൂടെ അകത്തേക്ക് വിളിപ്പിച്ചു. കിരൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരണിനോട് ദീപ പറഞ്ഞു, ദേ കല്യാണി മോളെ നോക്കണം, അറിയാലോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും എന്നൊക്കെ പറയുമ്പോഴത്തേനും കിരൺ പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ ഇങ്ങനെയൊന്നും പറയില്ല, അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു, ദീപേ നീ വിഷമിക്കണ്ട, നീ ജീവിതത്തിലേക്ക് മടങ്ങി വരും, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും. ഇപ്പോഴല്ലേ നമ്മൾ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത്. നിന്റെ ജീവിതത്തിൽ സന്തോഷമൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോഴേക്ക് ദീപ പറഞ്ഞു, ആര് പറഞ്ഞു? ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ആ സന്തോഷം അനുഭവിച്ച് പ്രകാശേട്ടാ. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി പറഞ്ഞ് ഇങ്ങോട്ട് അടുത്ത് വരാൻ പറയണം. അങ്ങനെ കല്യാണിയുടെ കൈ പിടിച്ചു. കല്യാണിയുടെ കൈ പിടിച്ച് ഇങ്ങനെ സംസാരിക്കണ സമയത്ത് ദീപയ്ക്ക് വാക്കുകൾ ഇടറി. അങ്ങനെ ദീപ കല്യാണിയുടെ കൈ പിടിച്ച് തന്നെ മരണത്തിലേക്ക് പോവുകയാണ്. ഒരു നിമിഷത്തേക്ക് കല്യാണിക്ക് എന്താന്ന് പോലും മനസ്സിലായില്ല. ദീപ സംസാരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരണും പ്രകാശനും ഒക്കെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും ദീപയുടെ കണ്ണുകളൊക്കെ പതുക്കെ അടഞ്ഞു. നേഴ്സ് ഓടി വന്നു, ഡോക്ടർമാരും ഓടി വന്നു. അവരെ കല്യാണി കിരണും എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. ദീപ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു. അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇത്രയും സമയം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം സംസാരിക്കാനൊക്കെ തിളങ്ങി ബോധം വീണു എന്നറിഞ്ഞപ്പോൾ പ്രകാശനാണെങ്കിലും കല്യാണിക്കും കിരണിനും ഒക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തട്ടിയെറിഞ്ഞുകൊണ്ട് ദൈവ മരണത്തിന് കീഴടങ്ങുക. കല്യാണി അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കുക. പക്ഷെ ഇതൊന്നും വീട്ടിലാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാദംബരി അവരാരുമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ആ സമയം കിരൺ ചന്ദ്രസേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രസേൻ രൂപയുടെ അടുത്തിരുന്നു. രൂപയോട് പറഞ്ഞു, രൂപയാണെങ്കിൽ അവിടെ അലമുറയിട്ട് രൂപ കരയണം. കാരണം രൂപയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദീപേനെ. ദീപയെന്ന് പറഞ്ഞാൽ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം ജീവിതം, കാരണം മകനും ഭർത്താവ് വലിയ വലിയ ക്രൂരതകൾ ചെയ്തിട്ട് പോലും മകളെ കൈവിടാതെ മകളോടൊപ്പം നിന്നാണ്. പോരാത്തൻ രൂപ കിരണിനോടൊപ്പം ഇല്ലാത്ത സമയത്ത് പോലും അമ്മയുടെ സ്നേഹം കൊടുത്ത് കിരണിനെ നോക്കിയതും പരിപാലിച്ചതെല്ലാം ദീപയായിരുന്നു. അപ്പൊ അതൊക്കെ രൂപയ്ക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. യാമിനി പറഞ്ഞു, എന്നാലും ഇങ്ങനെ ഒരു ദുർവിധിയാണല്ലോ ആ ദുഷ്ടം കാരണം ഉണ്ടായത്, ആ ഗംഗാപ്രസാദ് കാരണം. ചന്ദ്രസേനൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞ അവനെ തീർത്ത് കളഞ്ഞേക്കാന്ന്. ഇപ്പൊ കണ്ടില്ലേ, കുടുംബത്തിലെ ആളെ തന്നെ നഷ്ടപ്പെട്ടില്ലേ?
രൂപ പറഞ്ഞു, ഒരു കാരണവശാലും വെറുതെ വിടല് ചന്ദ്രേട്ടാ. ഇപ്പോഴാണ് ബോധം ഉണ്ടാകുന്നത്. ഒരാളെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ആദ്യം തന്നെ കിരണം പറഞ്ഞ, ഇത് നമ്മൾ വെറുതെ സില്ലിയായിട്ട് എടുക്കരുത്. അവനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അവൻ എവിടെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവനെ കണ്ടെത്തി തീർത്ത് കളയണമെന്ന്. പക്ഷേങ്കിൽ അതിനൊന്നുള്ള ഒരു അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ഇങ്ങനെ സംഭവിച്ചു. കാർത്തികയുടെ കല്യാണമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ആരും കൂടുതൽ അതിനെക്കുറിച്ച് ബോധേടാവാതിരുന്നത്. കാരണം കല്യാണ സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കേസായി കൂട്ടമായി കല്യാണം മുടങ്ങിപ്പോയാലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഒടുവില് പ്രകാശിനും കിരണ് കല്യാണി എല്ലാവരും കൂടെ ചേർന്ന് ദീപയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ഒരു ആംബുലൻസ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന സമയത്താണ് കാദംബരി ഇറങ്ങിച്ചത്. കാദംബരി നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് പ്രകാശൻ ഇറങ്ങുന്നു. പുറകെ കിരൺ കല്യാണിയെ ചേർത്ത് പിടിച്ചോണ്ട് ഇറങ്ങുന്നു. കല്യാണി വാവിട്ട് നിലവിളിക്കുന്നു. അപ്പോഴാണ് കാദംബരി ആ കാഴ്ച കാണുന്നത്. തൻ്റെ അമ്മയുടെ ശരീരം ഇങ്ങനെ പൊതിഞ്ഞ് കുറെ ആൾക്കാർ ചേർന്ന് പുറത്തേക്ക് ഇറക്കുന്നു. കാദംബരി ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാദംബരി വാവിട്ട് നിലവിളിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പോഴേക്കും കാർത്തിക ലക്ഷ്മിയൊക്കെ ഈ കാഴ്ച കാണുന്നത്. അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം താനാണിപ്പോൾ ഈ സമയത്ത് ഇവിടെ മരിച്ചു വീഴേണ്ടിയിരുന്നത്. പക്ഷേ എങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ദീപയാണ് ആ കാര്യം ഏറ്റെടുത്തത്. അത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബോഡി വീട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് വെച്ചതും എല്ലാവരും അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കല്യാണി ഇങ്ങനെ എണ്ണിപ്പാടിയിരുന്ന് കരയുവാണ്. എന്നാലും അമ്മേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും അച്ഛനും അമ്മയും ഇപ്പോഴാണ് ഒന്നിച്ചൊരു ജീവിതം തുടങ്ങിയത് തന്നെ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും ഒത്തുള്ളൊരു നല്ല ജീവിതം എന്ന് പറയുമ്പോൾ. ഈ സമയത്ത് പ്രകാശന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. പ്രകാശൻ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ്. പ്രകാശൻ അങ്ങോട്ടേക്ക് പോകാൻ പോലും തോന്നില്ല. ദീപയുടെ മുഖം കാണാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് വിഷമമായിരുന്നു. അപ്പോഴേക്കും ചന്ദ്രസേനൻ കൂടെ വന്നു. ചന്ദ്രസേനൻ വന്നിട്ട് പ്രകാശന്റെ കൈയെ പിടിച്ച് ആശ്വസിപ്പിക്കുക. സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ്. പ്രകാശന് പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല. പ്രകാശൻ പറഞ്ഞു, ഇപ്പോഴാണ് ഞങ്ങളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞാൻ അവൾക്ക് ഒരു സന്തോഷ സമാധാനം കൊടുത്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഇന്ന് വരെ അത് കൊടുത്തിട്ടില്ല. അവളെ ഇന്നും ഞാൻ അവഗണിച്ച് കളഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായുള്ളൂ ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിട്ട്. ഒരു ഭർത്താവിൻ്റെ സ്നേഹം എന്തെന്ന് അവൾ അനുഭവിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എൻ്റെ ജീവൻ വേണം ദൈവത്തിനെടുക്കായിരുന്നു. ഞാനാണ് ക്രൂരതകൾ മൊത്തം കാണിച്ചു കൂട്ടിയത്. പക്ഷേ ശിക്ഷ കിട്ടിയതോ എൻ്റെ ദീപയ്ക്കും. അതിന് മാത്രം ഒരു തെറ്റും അവൾ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ ഞാൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയായിരിക്കും അവൾക്ക് കിട്ടിയത്. ചിലപ്പോൾ ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ തീ തിന്നാൻ പറ്റില്ലല്ലോ. എന്നെ ചിലപ്പോൾ ഇനിയും കൂടുതലിട്ട് നരകിപ്പിക്കാനായിരിക്കും ദൈവത്തിന് തീരുമാനം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ കരഞ്ഞപ്പോൾ പ്രകാശനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും ചന്ദ്രസേനൻ അറിയില്ല. ഈ സമയത്ത് മരിച്ചെന്നുള്ള കാര്യമൊക്കെ വിക്രം അറിഞ്ഞു. വിക്രത്തെ അറിയിക്കണ അമ്മയാണല്ലോ. അറിയിച്ചു. വിക്രത്തോടെ എന്നിട്ട് കാര്യങ്ങൾ പറയണം. എടാ നിന്റെ അമ്മ മരിച്ചു, കുത്തിയതാരാന്നറിയണ്ടേ? ആ ഗംഗാപ്രസാദാന്ന് പറയണം. അത് കേട്ടതും വിക്രം ഒന്ന് ഞെട്ടി. കാരണം വിക്രം അമ്മയെ കൊല്ലും എന്നുള്ള കാര്യം അറിയില്ല. കല്യാണിയും കിരണും അതാണല്ലോ മെയിനായിട്ടുള്ള ശത്രു. പിന്നെ തൻ്റെ അച്ഛനും. അല്ല നീ കാണാൻ പോകുന്നില്ലേന്ന് ചോദിക്കുകയാണ്. വിക്രം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, എടാ അവൻ പണി പറ്റിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ പണി പറ്റിച്ച് ഇങ്ങനെയാണോ? ഇങ്ങനെ പോയിട്ടുണ്ട് ഉറപ്പായിട്ടും അവൻ വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും. കൊലക്കുറ്റമായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം വിക്രം പറഞ്ഞു, അവര് എന്ന് കല്യാണിയെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ. എന്നെ ഇന്ന് വരെ സ്നേഹിച്ചിട്ടില്ല. അവർക്ക് കല്യാണി മതിയായിരുന്നു. എന്നെ അച്ഛനെ അവരെന്നും അകറ്റി നിർത്തിയിട്ടുള്ളൂ. രാഹുൽ പറഞ്ഞു, എന്നാലും നിന്റെ അമ്മയാകുമ്പോൾ നിനക്കൊരു സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലേടാ. അതിനൊന്നും വിക്രം മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും മനോഹർ വന്നിട്ട് പറഞ്ഞു, എടാ നിന്റെ അമ്മയാണ്, നീ പോയി കാണണം. ഒരു പക്ഷേങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ. മനോഹറിൻ്റെ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി ദീപയോട്. പക്ഷെ അത്ര പോലും വിക്രത്തിനില്ലായിരുന്നു. പിന്നീടാണ് ഗംഗാപ്രസാദ് ഈ കാര്യങ്ങൾ അറിയണേ, മരിച്ചുപോയെന്നുള്ള കാര്യം. അപ്പോൾ ഉറപ്പായിട്ടും തൻ്റെ കാര്യത്തിൽ തീരുമാനമായി. പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. ഇനിയിപ്പോൾ പോലീസുകാർ കാര്യമായിട്ട് അന്വേഷിക്കും. സ്റ്റെഫി പറഞ്ഞു, ഇനി എങ്ങനെ പുറത്തു കിടക്കുന്ന പറഞ്ഞു. ഒരു കാരണവശാലും പുറത്ത് കിടക്കാൻ പോലും പറ്റില്ല. അത് മാത്രമല്ല ഇനി ആ കിരണൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. നിന്റെ ജീവിതത്തിൽ ഏകദേശം തീരുമാനമായി ഗംഗ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. ഇനി ഇവിടെ നിൽക്കുന്ന പോലും അപകടമാണ്. ഇവിടുന്ന് രക്ഷപ്പെടണം, എങ്ങോട്ടെങ്കിലും പോകണം. അല്ലെങ്കിൽ നീ പിടിക്കപ്പെടും. പോലീസുകാരുടെ കണ്ണിൽ പെട്ടില്ലെങ്കിലും കിരണിന്റെ കണ്ണിൽ ഉറപ്പായിട്ട് നീ പെടുമെന്ന് പറയണം. അത് ഗംഗാപ്രസാദിന് ഉറപ്പുള്ള കാര്യമാണ്. ഇനി തന്നെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. മിക്കവാറും ആരെങ്കിലും തന്നെ തീർത്ത് കളയും. ആ സമയത്ത് പ്രകാശിന്റെ ഉള്ളിൽ ഒരു തീപ്പൊരി എരിഞ്ഞുകൊണ്ടിരിക്കുക. ഗംഗാപ്രസാദിനെ വെറുതെ വിടാൻ പാടില്ല. അവനെ തീർത്ത് കളയണം. അവനെ തീർത്തിട്ട് ശത്രുക്കളെയൊക്കെ തീർത്തിട്ട് അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും കുഴപ്പമില്ല. തൻ്റെ മക്കൾക്ക് എങ്ങനെയാണ് സമാധാനത്തോടെ ജീവിക്കണം. ആര് ചെയ്തില്ലെങ്കിലും താൻ ആ കൃത്യം ചെയ്യും എന്നൊരു ദൃഢപ്രതിജ്ഞ പ്രകാശൻ എടുക്കുവാണ്. അങ്ങനെ ദീപയുടെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ
നടക്കുവാണ്. എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ തന്നെയായിരുന്നു. കരച്ചില്. കല്യാണിക്കൊക്കെയാണ് അവസാനം ബോധം പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയി. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നല്ലോ അപ്രതീക്ഷിതമായൊരു മരണമായിരുന്നത്. അങ്ങനെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചന്ദ്രസേനാണെങ്കിലും അവരൊക്കെ വന്ന് കല്യാണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കല്യാണിക്ക് അവരുടെ ആശ്വാസവാക്കുകളൊന്നും ഇതായില്ല. കല്യാണിയുടെ മനസ്സിൽ കൂടെ പല പല കാര്യങ്ങൾ വന്നു. അച്ഛൻ തന്നെ ക്രൂരമായിട്ട് നോവിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ തൻ്റെ കൂടെ തനിക്ക് തണലായിട്ട് നിന്ന അമ്മയാണ്. അമ്മയെന്ന് പറയുമ്പോൾ കല്യാണിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഒരു നിമിഷം കൊണ്ടാ എല്ലാം തകർന്നു പോയത്. ആ സമയം ചന്ദ്രസേനൻ കിരണിനോട് വന്നിട്ട് പറഞ്ഞു, മോനെ ഇനി ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ നമുക്കത് ചെയ്യണം എന്ന് പറയാണ്. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തു. ഈ സമയത്ത് കല്യാണിക്കൊക്കെ കൂട്ടായിട്ട് ഭാനുമതി മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭാനുമതി മുത്തശ്ശിയും ഭയങ്കര വിഷമമാണ്. തൻ്റെ മരുമകളായിട്ട് ആദ്യം കയറി വന്ന, പക്ഷെ താൻ അവൾക്ക് ആ സ്നേഹം കൊടുത്തില്ല. പക്ഷെ അവൾ സ്നേഹമുള്ളവളായിരുന്നു. ഭാനുമതി അമ്മയ്ക്ക് അറിയായിരുന്നു. ഭാനുമതി അമ്മയ്ക്ക് അതെല്ലാവരും വന്നിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഗംഗാപ്രസാദിനെ പിടികൂടാനായിട്ട് കിരണൊക്കെ ഇറങ്ങുക. പക്ഷെ പ്രകാശിനൊരു കാര്യം തീരുമാനിച്ചു. കിരൺ മോന് കല്യാണിക്ക് കൂട്ടായിട്ട് വേണം, ഒന്നും സംഭവിച്ചുകൂടാ. പക്ഷെ അവനെ തീർക്കേണ്ട താനായിരിക്കണം. തൻ്റെ ഈ ജന്മം ചിലപ്പോൾ ദൈവം ബാക്കി വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി അവനെ പോലീസിനെ കിട്ടരുത്, അതിനുമുമ്പ് തന്നെ അവനെ തീർക്കാൻ പ്രകാശൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഗംഗാപ്രസാദിനെ ഇനി തീർത്തിരിക്കും പ്രകാശന്. വെറുതെ വിടത്തില്ല. കാരണം ഇത്രയൊക്കെ ക്രൂരത ചെയ്ത് അവനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ബാക്കിയുള്ളവർക്കും ദോഷം ചെയ്യുമെന്ന് നന്നായിട്ടറിയാം. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.